ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗൂസ് വിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മധുര ദേവൂസ് ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ വെട്ടുകാട് ചർച്ച് എന്ന് പറയുമ്പോൾ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മൾ ജാതി മതം ഇല്ലാതെ എല്ലാവരും വരുന്ന ഒരു പള്ളിയാണല്ലേ. അവിടെ തിരുനാൾ കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയതാണ്. കൂട്ടുകാർ അറിഞ്ഞു കാണുമല്ലോ, ന്യൂസ് ചാനലും എല്ലാം ഉണ്ടായിരുന്നു. 2024 നവംബർ 15 മുതൽ 24 വരെയാണ് അവിടെ തിരുനാൾ നടക്കുന്നത്. 29-ാം തീയതിയാണ് കൊടിയിറക്കുന്നത്, തിരുനാളിന്റെ കൊടിയിറക്കം. 29-ാം തീയതി അന്ന് പ്രത്യേക പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെ, ഈ അനുഗ്രഹ ദിനങ്ങളിൽ പുണ്യഭൂമിയിലേക്ക് എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളി, ഏകദേശം എല്ലാ പള്ളികളിലും ഒരു നോട്ടീസും കാര്യങ്ങളും എല്ലാം അയച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉള്ള പ്രാർത്ഥനയും അവർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പള്ളിയിലും നല്ല രീതിയിൽ നമ്മൾ പോയ പള്ളിയിലൊക്കെ കുരിശടിയിലൊക്കെ ചിലപ്പോ പള്ളിയിലകത്ത് നോട്ടീസ് വെച്ചേക്ക്. 17-ാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ പോയത്. നവംബർ 8-ാം തീയതി നമ്മുടെ അവിടുത്തെ വെട്ടുകാട് ചർച്ച് മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചാപ്പലിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആ ഏരിയയിൽ അടുക്കാനേ കഴിയില്ല. നമ്മൾ പോയ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതിൻ്റെതായിരിക്കും തിരക്കല്ലേ. അപ്പം നമ്മളിതിൽ കയറി വന്നപ്പോഴത്തേക്ക് ഒരുപാട് മേളകളൊക്കെ നടക്കുന്നുണ്ടല്ലേ. നല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ മധുരം ഏറ്റവും കൂടുതൽ മധുരമാണ് കേട്ടോ ഇവിടെ. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നല്ല രീതിയിൽ അലുവ, അതുപോലെയുള്ള മധുരം. പിന്നെ ബേക്കറി ഐറ്റംസ് വേറെ പല ടൈപ്പിലുള്ള ബേക്കറി ഐറ്റംസ്, പഴയകാല മുട്ടായികൾ, പിന്നെ കളിപ്പാട്ടങ്ങൾ, ഫാൻസി ഐറ്റംസ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പാനിപൂരി പിന്നെ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ളത് എല്ലാം ഇവിടെ അങ്ങ് നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെയൊക്കെ ജനസാഗരം എന്ന് തന്നെ പറയാൻ കേട്ടോ കൂട്ടുകാരെ. ഞങ്ങൾ പകലും രാത്രിയിലത്തുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ടോ അവിടെ. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് നേരെ ബേക്കിലെത്തിയത്. ബേക്കിൽ കടൽ ഭാഗത്ത് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ ഭാഗത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെയും തിരക്കുണ്ടായിരുന്നു. അവിടെ തിരക്ക് കുറവാണ്, എന്നാലും തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് നമ്മുടെ കടൽ കൂടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കടലിൽ കളിക്കാനൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയായിരുന്നു. പക്ഷേ അവിടെ നിബന്ധനകളുണ്ട്, ഒരുപാട് താഴെ പോകാൻ പാടില്ല. നമ്മൾ അവിടെ നിന്നുകൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. നമ്മളത് കാണിക്കും കേട്ടോ, ലൈറ്റൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോ പകലുള്ള വീഡിയോ ആണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ മീനുകുട്ടിയും നമ്മുടെ വാവച്ചിക്കുട്ടിയൊക്കെ വെള്ളത്തിൽ നിന്നൊക്കെ നനച്ചിട്ടൊക്കെ തിരിച്ച് കയറി വന്നിട്ട് നമ്മൾ നേരെ ഒന്ന് നോക്കുകയാണ്. വേറെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ മേളിൽ കയറി അല്ലേ. ഞാൻ പള്ളിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ളതാണ് ഈ കാണുന്നതൊക്കെ. ഇതിന്റെ ആ ഒരു റോഡ് സൈഡിലും കച്ചവടം ഉണ്ട് കേട്ടോ. സൈഡിലുള്ള കച്ചവടവും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. മധുരത്തിന്റെ കളിയായിരുന്നു. നമ്മള് അലുവയൊക്കെ അങ്ങ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലൈറ്റ് കാണാനായിട്ട് തിരിച്ച് പിന്നെ ഇവിടെ വെട്ടുകടത്തി കേട്ടോ കൂട്ടുകാരെ. എല്ലാ പൊന്നോ, ലൈറ്റ് അടിപൊളി തന്നെ കേട്ടോ. അതെ, ഞങ്ങൾ ഇപ്പത്തി വന്നപ്പം ഇത് കൂടെ ആള് തിരക്ക് കൂടി ബ്ലോക്കായി. ആരാധന നമ്മൾ വന്നപ്പോഴത്തേക്കും മലയാളത്തിൽ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരാധന തീർന്നു. പിന്നെ ഇംഗ്ലീഷ് ആരാധന കേട്ടോ. ആ സമയത്ത് നമ്മൾ അവിടെയൊക്കെ നടന്ന് ഫുള്ള് ലൈറ്റ് ഒന്ന് എടുത്തേട്ടോ. കൂട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടി, വരാത്ത കൂട്ടുകാർക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചുറ്റും അവിടുത്തെ വീഡിയോ എടുത്തത് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ കടലിലോട്ട് ചേർന്നുള്ള നമ്മുടെ മുൻഭാഗത്ത് കാണുന്ന ലൈറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്താ പൊന്നു, ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തിരുനാളിനും എല്ലാ വർഷവും ഞങ്ങൾ മിക്കവാറും ഒക്കെ തിരുനാളിന് വരാറുണ്ട് കേട്ടോ. ഇതിന് മുമ്പുള്ള തിരുനാളിന്റെ വീഡിയോയും ഞങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ചാനലിന്റെ തുടക്കം തന്നെ വെട്ടുകാട് തിരുനാൾ ഇട്ടുകൊണ്ടായിരുന്നു അല്ലേ, നമ്മുടെ രാജസന്നിധിയിൽ അതെ, അത് ഇട്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഇതിപ്പോ 3ാമത്തെ വർഷമായെന്ന് തോന്നുന്നു. നമ്മളതങ്ങനെ പോകുന്നു. എന്നാലും നമ്മൾ മോണിറ്റൈസ് ആയിട്ടില്ല. ഓക്കെ, നമ്മളതിന് തളരത്തില്ല. ഇടും കേട്ടോ, നമുക്ക് തന്നെ കാണാമല്ലോ. കഴിഞ്ഞ വർഷത്തെ വീഡിയോ നമുക്കെടുത്ത് കാണണമെങ്കിൽ കാണാമല്ലോ. നമ്മൾ അങ്ങനെയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. 24-ാം ഇവിടെ പ്രോഗ്രാം ഉണ്ടല്ലേ. 24-ാം തീയതി നമ്മളിപ്പോൾ ഇരിക്കുന്നത് സ്റ്റേജ് ആണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു സ്റ്റേജ് ഉണ്ട്, അതല്ല സൈഡിലൊരു ചെറിയൊരു സ്റ്റേജും ഉണ്ട്. അപ്പോഴേ 24-ാം തീയതി പ്രോഗ്രാം ഞായറാഴ്ച ദിവസമാണ്
അന്നാണ് ഇതല്ലേ സമാപനം നടക്കുന്നത്. 15 തീയതി ഉണ്ടായിരുന്നു ഒരു മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അജന്ത തിയേറ്ററിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. പിന്നെ 23 തീയതി ഉണ്ട് നമ്മുടെ ബൈബിൾ നാടകമാണ്, ഒരു തങ്കച്ചൻ എന്ന് പറയുന്നത്. തച്ചൻ അമല കമ്മ്യൂണിക്കേഷൻസ് കാഞ്ഞിരപ്പള്ളി അവതരിപ്പിക്കുന്ന തച്ചൻ ബൈബിൾ നാടകമാണ് കേട്ടോ. അത് നമ്മുടെ ബൈബിൾ നാടകം അവിടെ ഉണ്ട്. അതല്ലാതെ പിന്നെ 24/11 2024 ഞായറാഴ്ച ഗാനമേളയുണ്ട്. നമ്മൾ വോയിസ് ഓഫ് കൊച്ചിൻ്റെ ഗാനമേളയുണ്ട്. 29 തീയതിയാണ് നമ്മുടെ വെട്ടുകാട് പള്ളി കൊടിയിറക്കം. അന്നേ ദിവസം ഗാനമേളയുണ്ട്. കൊച്ചിൻ ക്ലാസിക്കിൻ്റെ ഒരു ഗാനമേളയുണ്ട്. ഇതൊക്കെ ഈ പരിപാടികളൊക്കെ നിങ്ങൾക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ അതല്ലാതെ ഇനി പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പള്ളിക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, യൂട്യൂബ് ചാനലും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഇടവക കാര്യാലയത്തോട് ചേർന്ന് KCYM ഇൻഫർമേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ നമ്പർ 7902-500-143 തിരുനാൾ ദിവസങ്ങളിൽ എല്ലാ ട്രെയിനുകളും കൊച്ചുവേളി പേട്ട സ്റ്റേഷനുകളിൽ നിർത്തുന്നതാണ്. KSRTC തിരുവനന്തപുരത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ് സർവീസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് സെൻറ്ററിൻ്റെയും ആംബുലൻസിൻ്റെയും സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ദേവാലയവും പരിസരവും ലഹരിമുക്തം പ്ലാസ്റ്റിക് മുക്ത മേഖലയായി സൂക്ഷിക്കുന്നതിന് എല്ലാ തീർത്ഥാടകരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും അവരൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ സ്നേഹവിരുന്നൊക്കെ ഉണ്ട് ഇവിടെ. 24 തീയതി ഞായറാഴ്ച 11:30 വെട്ടുകാട് സെൻറ് മേരീസ് സ്കൂള് HSSൽ വെച്ച് സ്നേഹവിരുന്ന് തീർത്ഥാടകർക്കായിട്ട് സ്നേഹവിരുന്ന് ഒരുക്കുന്നുണ്ട്. പിന്നെ 24 തീയതി തന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ചോറൂണുണ്ട്. പിന്നെ അതല്ലാതെ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ഇവിടെ സാധാ രീതിയിൽ നടക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും 9:30 മുതൽ 1 മണി വരെയും 4 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും ഉണ്ട്. പിന്നെ എല്ലാ ദിവസങ്ങളിലും തിരുനാൾ ദിവസങ്ങളിലും ഇവിടെ 9:30 തൊട്ട് 12:30 വരെയും 4:30 മുതൽ 7:30 വരെയും കുമ്പസാരവും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അടുത്തുള്ള നമുക്കിതിവിടെ എത്താൻ വേണ്ടി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്ററാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയിലെത്താനുള്ള ദൂരം. വിമാനത്താവളത്തിലാണെങ്കിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളിത് കണ്ടല്ലോ, ലൈറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടല്ലോ. നമ്മൾ ഇവിടെ വളരെ എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം എല്ലാവർക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ എത്ര ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ മനസ്സിൽ ഒരു സന്തോഷത്തിൻ്റെ തിരി തെളിയുമല്ലോ. എല്ലാ വർഷവും നടക്കുന്ന ക്രിസ്തുരായ തിരുനാൾ ആഘോഷപൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കൊല്ലങ്ങളിലും ഇവിടെ ആഘോഷപൂർണ്ണമാണ്. ഒരു വർഷം പോലും ഇവിടെ ആഘോഷമില്ലാതിരുന്നു. കോവിഡ് സമയത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിലും ആഘോഷം വളരെ കുറയാറില്ല. ഇവിടെ ഒരു നാളിലും കുറഞ്ഞിട്ടില്ല. ഇവിടെ പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും പെരുന്നാളിൻ്റെ എല്ലാ ദിവസങ്ങളിലും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അവസാന ദിവസത്തെ നമ്മുടെ ക്രിസ്തുരാജൻ്റെ എഴുന്നള്ളിപ്പും എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ ലെവലാണ് കേട്ടോ. അതെ, ആഡംബരത്തിലുള്ള നമ്മുടെ വർണ്ണാഭവും ആഡംബരമായിട്ടുള്ള ഭക്തിയുടെ പങ്കാളിത്തത്തിലാണ് ഇവിടെ പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ജനസാഗരമായിരിക്കും ആ സമയത്ത്. നമുക്ക് ഇവിടെ അടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ ഞായറാഴ്ച പോയിട്ട് വരെ നമ്മൾ വണ്ടി നമ്മൾ വന്നിട്ട് വണ്ടി ആ ഏരിയയിൽ അടുപ്പിച്ചിട്ടില്ല, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ വേളിയിൽ നിന്ന് വരികയാണെങ്കിൽ വേളി എത്തുന്നതിന് മുമ്പ് ഇട സൈഡ് നല്ലൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. അത് പള്ളി തന്നെ ഒരുക്കിയിട്ടുണ്ട്, പള്ളി കമ്മിറ്റി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതല്ല നമ്മുടെ ഇവിടെ ശംഖുമുഖത്തുനിന്ന് വരികയാണെങ്കിൽ അവിടെ 2-3 പാർക്കിംഗ് സൗകര്യമുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നമ്മുടെ ചെറുവെട്ടുകാട് എന്ന് പറഞ്ഞ പള്ളിയുടെ അടുത്ത് അവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ നേരെ ഇടത് സൈഡ് ചെറിയൊരു ഗ്രൗണ്ട് പാർക്കിംഗും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് മാക്സിമം പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പാർക്കിംഗ് ഉണ്ട്, അതൊക്കെ ഫില്ലായിരിക്കും. അത് ചെറിയ വണ്ടിയൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കുക. എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങ് പള്ളിയുടെ അടുത്തോട്ട് വണ്ടി കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മുടെ ഇത് നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ മേലത്തെ ലൈറ്റ് ഭാഗം എടുത്തതാണ്. ഒരുപാട് ദൂരം വരെ വാച്ച് ഞാൻ പറഞ്ഞു ബ്ലോക്ക് ഒന്ന് എടുക്കാൻ പറഞ്ഞു, വാച്ച് ബ്ലോക്ക് എടുത്തില്ല. ബ്ലോക്ക് എടുക്കുന്നതിന് പകരം വാച്ച് മേലത്തെ ലൈറ്റാണ് എടുത്ത് കാണിച്ചത്.
അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. സൈക്കോ സ്പെഷ്യലിലെ യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.